എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും എല്ലാം മടുത്ത് ഇനി മുന്നോട്ടു പോകാൻ വയ്യ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾ ആ വിജയരേഖയുടെ തൊട്ടടുത്തായിരിക്കാം നിൽക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ പിന്മാറാതിരിക്കാനുള്ള ശക്തി അതെവിടെ നിന്ന് കിട്ടും? വാ, നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഇതിലുണ്ട് കാര്യം. ശരിക്കും പറഞ്ഞാ ജീവിതം ഈ ഒരൊറ്റ തിരഞ്ഞെടുപ്പാണ്. ഒന്നുകിൽ ജീവിക്കാൻ വേണ്ടി പൊരുതുക, തിരക്കുകൂട്ടുക, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് മരിക്കാൻ കാത്തു നിൽക്കുക. ഇത് കേവലം ഒരു മോട്ടിവേഷണൽ വാചകമല്ല അല്ലേ? ഇതൊരു തീരുമാനമാണ്. ഓരോ ദിവസവും നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. അപ്പോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ആ തീരുമാനമെടുക്കുന്നതിൽ നിന്നു തന്നെ. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, വിജയമെന്നു പറയുന്നത് ലോട്ടറി അടിക്കുന്നതുപോലെയല്ല. അത് ഭാഗ്യമല്ല. മറിച്ച് ബുദ്ധിമുട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഒരു തീരുമാനമാണ്. എപ്പോഴും നമ്മുടെ മുന്നിൽ രണ്ടു വഴികളുണ്ടാവും. നോക്കൂ, ഒന്ന് എളുപ്പമുള്ള വഴി, സുരക്ഷിതമായ വഴി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ചെറിയ കുന്നുകളൊക്കെ കയറി ആൾക്കൂട്ടത്തിൽ ഒരാളായി അങ്ങ് ജീവിച്ചു പോകാം. മറ്റേത് കഠിനമായ വഴിയാണ്. വലുതായി സ്വപ്നം കാണണം, വലിയ കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വരും, ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, യഥാർത്ഥ വളർച്ച, ആ അസാധാരണമായ നേട്ടങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ആ രണ്ടാമത്തെ വഴിയിലാണ്. ശരി, നിങ്ങൾ ആ കഠിനമായ വഴി തിരഞ്ഞെടുത്തു എന്ന് വയ്ക്കുക. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത് അവിടെയാണ്. ആരും നിങ്ങളെ കാണാനില്ലാത്തപ്പോൾ, കൈയടിക്കാൻ ആളില്ലാത്തപ്പോൾ, ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാത്തപ്പോൾ, അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അതാണ് അടുത്ത ഘട്ടം. ഇതാണ് പലരും പറയാൻ മടിക്കുന്ന സത്യം. വിജയം നിങ്ങളുടെ എല്ലാം ആവശ്യപ്പെടും. നിങ്ങളുടെ സമയം, ഊർജം, ഉറക്കം, ചിലപ്പോ അതിൽ കൂടുതലും. എന്നിട്ടും അത് നിങ്ങൾക്ക് ഒരൊറ്റ ഉറപ്പും തരുന്നില്ല. വിജയിക്കുമെന്നൊരു ഗ്യാരന്റിയുമില്ല. അപ്പൊ പിന്നെന്തിനായി കഷ്ടപ്പാട്, അല്ലേ? കാരണം സിമ്പിളാണ്. ശ്രമിച്ചില്ലെങ്കിൽ തോൽവി 100% ഉറപ്പാണ്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ദ ഗ്രൈൻഡ് എന്ന് പറയുന്നത്. എന്താണിത്? മറ്റുള്ളവർക്ക് മടുപ്പ് തോന്നി നിർത്തിപ്പോകുന്ന കാര്യങ്ങൾ. ഒരേ കാര്യം വീണ്ടും വീണ്ടും ഒരു തെറ്റും വരുത്താതെ, ആരും കാണുന്നില്ലെങ്കിലും തികഞ്ഞ അച്ചടക്കത്തോടെ ചെയ്യുക. ആരും ഒരു നല്ല വാക്കുപോലും പറയില്ല. പക്ഷേ ആ പ്രയത്നമാണ് നിങ്ങളെ സാധാരണക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. വലിയ വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യമെന്താണെന്നറിയാമോ? അത് വളരെ ലളിതമായ കാര്യങ്ങളാണ്, പക്ഷേ ചെയ്യാൻ അത്ര എളുപ്പമല്ല. നോക്കൂ, മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കുക, കുറച്ചുകൂടി വൈകിക്കിടക്കുക, മറ്റാരേക്കാളും കഠിനമായി പണിയെടുക്കുക. പക്ഷേ ഏറ്റവും പ്രധാനമായി വിനയം കൈവിടാതിരിക്കുക. മറ്റുള്ളവർ പാർട്ടി ചെയ്യുമ്പോൾ നിങ്ങൾ പണിയെടുക്കുന്നു. അവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനായി ഉണർന്നിരിക്കുന്നു. ഇതാണ് വിജയികളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോ കഠിനാധ്വാനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലാണ് ഒരു കാര്യം. അതാണ് നമ്മുടെ ചിന്താരീതി, നമ്മുടെ മെന്റാലിറ്റി. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളൊരു ഇരയാണോ അതോ വേട്ടക്കാരനാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങനെയാണ് ഒരു സിംഹം കാടിന്റെ രാജാവാകുന്നത്? നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലേ കിങ് ഓഫ് ദ ജംഗിൾ എന്ന്. എന്താണ് സിംഹത്തിന്റെ യഥാർത്ഥ ശക്തി? കാരണം അത് കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണോ? അല്ല, അത് ആനയാണ്. ഏറ്റവും വേഗതയേറിയതാണോ? അതുമല്ല, അത് ചീറ്റപ്പുലിയാണ്. ഏറ്റവും ബുദ്ധിയുള്ളതാണോ? ഒരു സാധ്യതയുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സിംഹം രാജാവാകുന്നത്? ഉത്തരം ഒരൊറ്റ വാക്കിലാണ്: മാനസികാവസ്ഥ, മെന്റാലിറ്റി, ആറ്റിറ്റ്യൂഡ്. ആ ഒരൊറ്റ കാര്യമാണ് എല്ലാ വ്യത്യാസവുമുണ്ടാക്കുന്നത്. ഇത് നോക്കൂ, ഒരു സിംഹം അതിനേക്കാൾ എത്രയോ വലിയ ആനയെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ലഞ്ച്, അതായത് എന്റെ ഭക്ഷണം. എന്നാൽ അതേസമയം ആന സിംഹത്തെ കാണുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഓടിക്കോ, അതായത് വേട്ടക്കാരൻ വരുന്നു. കണ്ടോ? ഒരേ സാഹചര്യം, പക്ഷെ ചിന്താരീതി കാരണം ഫലം മാറുന്നു. ഒരാൾ വേട്ടക്കാരൻ, മറ്റൊരാൾ ഇര. യഥാർത്ഥ സിംഹങ്ങൾ, അതായത് യഥാർത്ഥ വിജയികൾ, അവർക്ക് ആ വേട്ടയാടൽ ഇഷ്ടമാണ്. കിട്ടാൻ പോകുന്ന സമ്മാനം മാത്രമല്ല, അതിലേക്കുള്ള പ്രോസസ്, ആ പോരാട്ടം, ആ കഷ്ടപ്പാട്, അതും അവർ ആസ്വദിക്കുന്നു. ആ യാത്രയെ പ്രണയിക്കുക, അതാണ് സിംഹത്തിന്റെ മനോഭാവം. അപ്പോ കഠിനാധ്വാനം വേണം, ശരിയായ മാനസികാവസ്ഥ വേണം. പക്ഷേ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ സ്വന്തം സംശയങ്ങളോട്, നമ്മുടെ ഭയങ്ങളോട്, പിന്നെ പുറത്തുനിന്നുള്ള ആ ശബ്ദങ്ങളോട്, ആ വിമർശനങ്ങളോട്. നമ്മുടെ എല്ലാവരുടെയും തലയ്ക്കുള്ളിൽ 2 ശബ്ദങ്ങളുണ്ടല്ലേ? ഒന്ന് വളരെ സോഫ്റ്റാണ്. അത് നമ്മളോട് പറയും, ഇന്ന് നേരത്തെ എഴുന്നേൽക്കണ്ട, കുറച്ചുകൂടെ കിടന്നോ, ഒരു ദിവസം വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല, സാരമില്ല.
മറ്റേ ശബ്ദം അങ്ങനെയല്ല. അത് നമ്മളോട് ചോദിക്കും, നിനക്ക് ശരിക്കും അച്ചടക്കത്തോടെ ജീവിക്കാൻ പറ്റിയാൽ നീ എന്തായി തീരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതിലേത് ശബ്ദത്തിനാണ് കൂടുതൽ ചെവി കൊടുക്കുന്നത്? നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ പക്ഷികളാണ്. എനിക്കതിന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ ഞാൻ അത്ര മിടുക്കനല്ല. പക്ഷെ എന്റെ കയ്യിൽ പണമില്ല. ഈ പക്ഷികൾ പറഞ്ഞ് നമ്മൾ സ്വയം ചങ്ങലക്കിടുകയാണ്. ഈ ഒഴികഴിവുകളെയാണ് നമ്മൾ ആദ്യം തോൽപ്പിക്കേണ്ടത്. ഇതൊരു രസകരമായ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ പാഷനുണ്ടെങ്കിൽ, അതായത് ഒരിഷ്ടമുണ്ടെങ്കിൽ, എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. കൊള്ളാം, നിന്റെ പാഷൻ ഫോളോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കും. പക്ഷേ നിങ്ങളുടെ ആ പാഷൻ ഒരു ഒബ്സെഷനായി മാറുമ്പോൾ, ഒരു ഭ്രാന്തമായ ആവേശമായി മാറുമ്പോൾ, ഇതേ ആളുകൾ തന്നെ നിങ്ങളെ നോക്കി പറയും, ഇവന് വട്ടാണ്. അതാണ് വ്യത്യാസം. സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത അത്രയും വലിയ സമർപ്പണത്തെ ലോകം എപ്പോഴും ഭ്രാന്തെന്നേ വിളിക്കൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള ആരും നിങ്ങളെ ഒരു ഭ്രാന്തനായി കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയിലാണോ പ്രവർത്തിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിൽ ഒതുങ്ങിക്കൂടുകയാവാം, അല്ലേ? അപ്പോ എന്താണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിജയത്തിലേക്കെത്താൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ജീവിതത്തിൽ അവസാനം ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ നേടിയ മെഡലുകളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള മുറിപ്പാടുകൾ നോക്കിയാണ്. ആ ഓരോ പാടും നിങ്ങൾ വീണിട്ടും തളരാതെ എഴുന്നേറ്റു എന്നതിന്റെ തെളിവാണ്. അതാണ് യഥാർത്ഥ വിജയം. 86,400 എന്താണതെന്നറിയാമോ? ഒരു ദിവസം നമുക്കെല്ലാവർക്കും കിട്ടുന്ന സെക്കൻഡുകളുടെ എണ്ണമാണ്. നിങ്ങൾക്കോ എനിക്കോ പണക്കാരനോ പാവപ്പെട്ടവനോ എല്ലാവർക്കും ഒരേപോലെ. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അത് പാഴാക്കാൻ നമുക്ക് സമയമില്ല. ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. ഒരു കാര്യം ഉറപ്പാണ്, മികവെന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു ആക്സിഡന്റ് അല്ല. അത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ ചേർന്നാണ് നമ്മുടെ വിധി എഴുതുന്നത്. അവസരങ്ങളല്ല, നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് പ്രധാനം. അവസാനമായി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തുടങ്ങുന്നൊരു സിനിമയാണെന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ ഹീറോ നിങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു നിമിഷത്തിൽ ആ സിനിമയിലെ ഹീറോ എന്തു ചെയ്യുമായിരുന്നു? മടിച്ചു നിൽക്കുമോ അതോ മുന്നോട്ട് കുതിക്കുമോ? എന്താണോ നിങ്ങളുടെ ഉത്തരം? പോയി അത് ചെയ്യുക.